ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഒരു സുരക്ഷിത നിക്ഷേപത്തിന് തുടക്കം കുറിക്കൂ. ഈ പദ്ധതിയിൽ അംഗമാകാൻ 8078599000 എന്ന നമ്പറിൽ ഉടൻ മിസ് കോൾ ചെയ്യൂ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, വണ്ടൂർ. വണ്ടൂർ കാപ്പിച്ചാലിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന അബ്ദുൽ ഖാദർ സ്മാരക വായനശാലയ്ക്ക് ഇനി സ്വന്തം കെട്ടിടം. പൊതുജന പങ്കാളിത്തത്തോടെ പൂക്കുളം GLP സ്കൂളിന് സമീപം നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് C ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പൊതു എന്ന പബ്ലിക് എന്ന ഒരു താല്പര്യം അദ്ദേഹം എടുക്കുകയുണ്ട്. തുടർന്നുള്ള കാലങ്ങളിലാണ് കൊച്ചിയിലും മലബാറിലുമായി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഗ്രന്ഥശാലകൾ വരുന്നത്. കൊച്ചിയിലെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ, അവിടുത്തെ ദിവാൻ ഭരണത്തിൻ്റെ ഒക്കെ അധീനതയിൽ കുറച്ച് ഗ്രന്ഥശാലകൾ വരുന്നു. മലബാറിലാണെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരായിട്ടുള്ള സമരം രാജ്യത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മലബാറിൽ K. ദാമോദരൻ്റെയും മുഹമ്മദ് അദ്രീമാൻ സാഹിബിൻ്റെയും മഹാനായ EMSൻ്റെയും നേതൃത്വത്തിൽ മലബാറിൽ കുറച്ച് ഗ്രന്ഥശാലകൾ കൊണ്ടുവരും. ഈ 3 മേഖലകളിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമായി വിന്യസിച്ച് കടന്നിരുന്ന ഏതാനും ചില ഗ്രന്ഥശാലകളെ കൂട്ടി ഇണക്കിക്കൊണ്ട് 1937 ആയപ്പോഴേക്ക് ഒരു പുതിയ ഗ്രന്ഥശാല സമ്മേളനം നടക്കുകയാണ്. അതിനുശേഷം 45 ആയപ്പോഴേക്ക് കേരളത്തിലെ 50-ഓളം വരുന്ന ഗ്രന്ഥശാലകൾ, ഈ 3 മേഖലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 50ഓളം വരുന്ന ഗ്രന്ഥശാല പ്രവർത്തകർ ഒത്തുചേർന്നുകൊണ്ട് അമ്പലപ്പുഴയിൽ വെച്ച് ഒരു വലിയ സമ്മേളനത്തിലാണ് ഗ്രന്ഥശാല സംഘത്തിന് രൂപം നൽകുന്നത്. നീണ്ട 20 വർഷത്തെ വാടക കെട്ടിടത്തിലെ പരിമിതികൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് വായനശാല പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് പൂക്കുളം LP സ്കൂളിന് സമീപം വായനശാലയ്ക്കായി എല്ലാവിധ സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് വായനശാലയുടെ തുടക്കം. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബൈജു ചെമ്പ്ര, പഞ്ചായത്ത് അംഗങ്ങളായ CT ചെറി, EP മുഹമ്മദ് കുഞ്ഞി, T ഉമ്മർകുട്ടി, സഫിയ, KT മുഹമ്മദ് അലി, EP മുരളീധരൻ, റിട്ടയർഡ് ISRO ഉദ്യോഗസ്ഥൻ CTP ഉണ്ണിക്കമ്മു, വായനശാല പ്രസിഡന്റ് K അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി AP കുഞ്ഞി മുഹമ്മദ്, MK നാസർ, കണ്ണിയൻ ഷൌക്കത്ത്, ഫസൽ ഹക്ക് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.